ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. സർ, ആ 3 പെൺകുട്ടികളിൽ സാറ് ചോദിച്ച പെൺകുട്ടിയുടെ പേര് ഏക വിശ്വനാഥൻ. നാട്ടിലെ ട്രിവാൻഡ്രത്ത് എവിടെയാണ് വീട്. കഴിഞ്ഞൊരു വർഷമായിട്ട് ഇവിടെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുക. പറഞ്ഞാൽ സാർ അറിയും. സാറിന്റെ അമ്മാവൻ ദേവൻ സാറിന്റെ സ്ഥാപനത്തിലാണ് ആ പെണ്ണ് ജോലി ചെയ്യുന്നത്. വാരിയേഴ്സ് സെക്യൂരിറ്റി ഗാർഡ് ഏജൻസി. ജയറാം പറഞ്ഞെത്തുമ്പോൾ ഞെട്ടിയത് അഞ്ജലിയാണ്. വാട്ട്? എന്റെ പപ്പയുടെ കമ്പനിയിലോ? അതോ സെക്യൂരിറ്റി ഗാർഡ്? ജയറാം, നിങ്ങൾക്ക് തെറ്റുപറ്റിയതെങ്ങാനും ആവും. അവളെ കണ്ടാലറിയാം ഏതോ പട്ടിക്കാടിൽ നിന്ന് വന്നതാണെന്ന്. എന്റെ പപ്പയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ കണ്ടിട്ടുണ്ടോ ജയറാം? പക്ക പ്രൊഫഷണൽസ് ആണ്. അവർ ലുക്ക് കണ്ടിട്ടുണ്ടോ? ഈ സിറ്റിയിലെ മിക്ക പ്രൈവറ്റ് ഫംഗ്ഷനുകളും പബ്ലിക് ഫംഗ്ഷനിലും ഒക്കെ എന്റെ പപ്പയുടെ ഓഫീസിലെ ഗാർഡ്സാണ് സെക്യൂരിറ്റി ഇൻചാർജ്. അവരെ കണ്ടാൽ തന്നെ എന്തൊരു തലയെടുപ്പാണെന്ന് അറിയോ? അപ്പോഴാ ചുരിദാറൂട്ടി ചന്ദനക്കുരിയും തൊട്ട് ഷോളും ചുറ്റിയിട്ട് ലോക്കൽ പെണ്ണ്. അഞ്ജലി പുച്ഛത്തോടെ പറഞ്ഞു. അല്ല മേഡം, ഞാൻ പറഞ്ഞ സത്യ. ഇന്നലെ ഒരു ഫുൾ ഡേ എടുത്ത് ഞാൻ ശരിക്കും അന്വേഷിച്ചതാ. ആ 3 പെൺപിള്ളേരും മാഡത്തിന്റെ പപ്പയുടെ, അതായത് ദേവസാറിന്റെ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. പബ്ബിൽ വെച്ച് മാഡം സിഗരറ്റ് കൊണ്ട് എന്തോ കൂടി പറയാമെന്ന ജയറാമിനെ കണ്ണുകൾ കൊണ്ട് വൈരിനെ കാട്ടി അഞ്ജലി തടയുമ്പോൾ വിഷയം മാറ്റി സംസാരം തുടർന്ന് ജയറാം. ദേവസാറിനെ എങ്ങനെ പറ്റുള്ള സ്റ്റാഫായി കിട്ടിയെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആ ഏക എന്ന പെൺകുട്ടിയുടെ സിസ്റ്റർ ഒരു ഐശ്വര്യ. അവൾ ഇവർക്കൊപ്പാ താമസം. അവളാ മിനിഞ്ഞാന്ന് രാത്രി ഫ്രണ്ട്സിന്റെ കൂടെ ആദ്യം പബ്ബിലെത്തിയത്. അത് കഴിഞ്ഞ ഈ 3 പെൺപിള്ളേരും 3 പയ്യന്മാരോടെ വന്ന് ഏതാണ്ടൊക്കെ വലിച്ചേറ്റി ഷോ കാണിച്ചാ മാം പറഞ്ഞ പോലെ പക്കാ പ്രൊഫഷണൽസ് തന്നെയാ. പക്ഷേ മറ്റു പല കാര്യത്തിലാണെന്ന് മാത്രം. അവസാനത്തെ വാചകം പറയുമ്പോൾ അഞ്ജലിക്ക് മാത്രം കാണാനായി ജയറാം ഒന്ന് ചിരിച്ചു. പകരം അഞ്ജലിയും അയാൾക്കൊരു ചിരി സമ്മാനിച്ചു. അപ്പോഴും ഇരു സൈഡിലേക്കും കാല് വിടർത്തി വെച്ച് ജയറാമിനെ തന്നെ ഉറ്റുനോക്കി സോഫയിലിരുന്നു വൈരിൻ രുദ്രദേവ് വർമ്മ. ആ നോട്ടത്തിൽ ജയറാം ഒന്ന് പതറി. വൈരിന്റെ മനസ്സിൽ അവ്യക്തമായ രൂപം മാത്രമാണുള്ളത്. ചൂണ്ടുവിരൽ തുമ്പിൽ ദേഷ്യം നിറച്ച് വാക്കുകൾ കൊണ്ട് എതിരാളിയുടെ നെഞ്ചിൽ നിറയൊഴിക്കുന്നവൾ. ആരോ വലിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോഴും നിഴൽ പോലെ കണ്ട അവളുടെ കൂർത്ത കണ്ണുകൾ മാത്രമാണ് അവന്റെ ഓർമ്മയിൽ. കുട്ടിയുടെ ആക്ഷൻ സീനൊന്നും സൂപ്പർ സ്റ്റാർ വൈരിൻ രുദ്രദേവ് വർമ്മ കണ്ടിരുന്നില്ല. വൈരിൻ, നീ എന്തൊന്നും മിണ്ടാത്തെ? നീ കണ്ടതല്ലേ അവളൊരു കാരണമില്ലാതെ എന്നെ തല്ലിയത്? എന്റെ വിരല് കണ്ടോ നീ? അവള് പിടിച്ചൊടിച്ചതാ. ഇതൊന്നും കണ്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ? അഞ്ജലി അവനോട് ചേർന്നിരുന്ന് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് പരിഭവം നിറച്ച് ചോദിക്കുകയാണ്. ഒരു കൈ അവന്റെ തുടയിലും മറുകൈ വിരലുകൾ അവന്റെ ചെവിയിലുമായി മെല്ലെ തഴുകിക്കൊണ്ടിരുന്നവൾ. നിന്റെ ഏത് വിരല ഒടിഞ്ഞത്? കണ്ണുകൾ മുറുക്കി അടച്ച് ഗൗരവം നിറച്ചുകൊണ്ടൊരു ചോദ്യം. അവന്റെ തുടയിലിരുന്ന വലങ്കൈ അവൾ വേഗത്തിൽ പിൻവലിച്ചു കളഞ്ഞു. കേട്ടില്ലേ? ഇത്തവണ ഗാംഭീര്യം നിറഞ്ഞ അവന്റെ ശബ്ദം ആ ഹാളിൽ മുഴങ്ങി കേട്ടു. കേട്ടു. അത് വലത് കൈ വിരൽ. അവന്റെ ചോദ്യത്തിന് മുമ്പിൽ ഒന്നും പരിഞ്ഞെങ്കിലും പറയാതെ നിവൃത്തിയില്ലെന്ന് അവൾക്കറിയാം. Are you even listening? I asked which finger, not which hand. കോപവും അസഹിഷ്ണുതയും നന്നായി പ്രകടമാക്കും വിധം ഇത്തവണ ചോദിക്കുമ്പോൾ അവന്റെ നോട്ട് അവളുടെ വലത് കൈയിലെ മിഡിൽ ഫിംഗറിലായിരുന്നു. അഞ്ജലി ഒന്നും മിണ്ടാ മുഖം കുനിച്ചു. ശരിയാണ്, തന്റെ കാര്യത്തിൽ ഇവൻ എന്ത് പ്രതികരിക്കാനാണ്? പ്രേമം മൂത്ത് നടക്കുന്നത് താൻ മാത്രമല്ലേ? അമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ഒന്നും മിണ്ടാത്തന്നെ കൊണ്ടു നടക്കുന്നവൻ. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാർ എന്നും ആക്ഷൻ റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെ വിളിപ്പേരുള്ള വൈരിൻ രുദ്രദേവ് വർമ്മയുടെ പ്രണയിനിയാവാൻ കൊതിച്ച ലക്ഷക്കണക്കിന് പെൺകുട്ടികളിൽ ഒരുവളാണ് താനും. എന്നിരുന്നാലും വർമ്മ കുടുംബത്തിൽ വന്ന് ജനിക്കാൻ കഴിഞ്ഞതിൽ അഞ്ജലിക്ക് അഭിമാനം തോന്നി. അത്ര കണ്ട് സന്തോഷിക്കാൻ പാടില്ലാത്തതാണ്. കാരണം വർമ്മ മാൻഷനിൽ താൻ മാത്രമല്ല വൈരിനെ സ്വപ്നം കണ്ട് നടക്കുന്നത്. തന്നെ കൂടാതെ 3 പെൺകുട്ടികൾ വേറെയുമുണ്ട്. എന്തായാലും 4 കസിൻസിൽ കുറച്ച് പരിഗണന തനിക്ക് മാത്രമാണ് വൈരിൻ തന്നിട്ടുള്ളത്. അതോർത്ത് ആശ്വസിച്ചു അഞ്ജലി. കേരളത്തിലും ബാംഗ്ലൂരുമായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ സിനിമയിൽ നായികയായി കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയതും അമ്മായിയുടെ സഹായത്തോടെ മാത്രമാണ്. വൈരിന്റെ അമ്മ സാക്ഷാൽ ദേവിക രുദ്രദേവ് വർമ്മയുടെ ഒരേ ഒരു സഹോദരൻ ദേവന്റെ മകളാണ് താൻ. ബാക്കിയുള്ള 3 പെൺതരികൾ വൈരിന്റെ അച്ഛൻ രുദ്രദേവ് വർമ്മയുടെ 3 പെങ്ങന്മാരുടെ പെൺമക്കളാണ്. ചുരുങ്ങിയ മാസം കൊണ്ട് പബ്ലിക്കിനിടയിൽ വൈരിന്റെ കാമുകി എന്ന ഇമേജ് നേടിയെടുക്കാൻ സാധിച്ച് തന്റെ ബുദ്ധിയൊന്നുകൊണ്ട് മാത്രമാണ്. മൂവി പ്രൊമോഷന്റെ ഭാഗമായി നടക്കുന്ന ഫംഗ്ഷനുകളിൽ മീഡിയക്ക് മുന്നിൽ പ്രണയം നിറച്ചുള്ള നോട്ടമെറിഞ്ഞു കെയറിംഗ് കാണിച്ചും താൻ അഭിനയിച്ചു കൂട്ടുമ്പോൾ ആ ഷോട്ടുകൾ BGM ഇട്ട് സോഷ്യൽ മീഡിയ ആഘോഷിച്ചു. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇറങ്ങുന്ന ഷോർട്ട് വീഡിയോക്ക് താഴെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നും ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നുള്ള കമന്റുകൾ വായിച്ച് പുളകം കൊള്ളാറുണ്ട് താൻ. വൈരിന്റെ മുന്നിൽ ഇത്രയും നേരം ദുഃഖം അഭിനയിച്ചിരുന്ന മുഖത്ത് അവൾ പോലും അറിയാതെ ഒരു ചിരി വിരിഞ്ഞതും ജയറാം ഒന്ന് മുരടനയ്ക്ക് സൂചന കൈമാറി. പെട്ടെന്ന് തന്നെ അഞ്ജലി തന്റെ ആ ഭാവം മാറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. വൈരിൻ, എന്റെ കാര്യം പോട്ടേന്ന് വെക്കാം. ഒന്ന് എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടക്കുക നമ്മുടെ വാമി. അവിടെ വയറ്റില ആ പഞ്ഞ മോൾ തൊഴിച്ച്. അറിയോ നിനക്ക്? വാട്ട്? വൈരിൻ ഞെട്ടലോടെ അഞ്ജലി നോയി ചാടി എഴുന്നേറ്റു.
ജയറാം, ഈ കാര്യം തൊട്ട് താൻ എന്നോട് പറഞ്ഞില്ല. വെരി സ്വാമി. ആ നിമിഷം വരെ അടക്കി പിടിച്ചിരുന്ന കോപം അവന്റെ കണ്ണുകളിൽ കത്തുന്ന കനലായി തെളിഞ്ഞു. അകത്ത് റൂമിൽ കിടക്കുക. അഞ്ജലി കണ്ണു നനച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും പെങ്ങൾക്ക് പൊള്ളിയെന്നറിഞ്ഞപ്പോൾ മാത്രം രോഷം കൊണ്ട് തന്നെ ഓർത്ത് അവൾക്കല്പം ദേഷ്യം തോന്നായിരുന്നില്ല. റൂമിന്റെ ഡോറിന് പുറകിൽ ഇത്രയും നേരം മറിഞ്ഞെന്ന് എല്ലാം കേട്ട വാമിക പെട്ടെന്ന് ഓടിപ്പോയി ബെഡിലേക്ക് വീണുകൊണ്ട് കംഫേർട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി. ഈശ്വര, ചെയ്യുന്ന ചെറ്റത്ര എല്ലാം അഞ്ജലി പറഞ്ഞിട്ടാ. സത്യാവസ്ഥ അങ്ങനെ വിശ്വമായിട്ട് അറിഞ്ഞാ എന്നെ കൊന്ന് കൊല വിളിക്കും. കംഫേർട്ടിനുള്ളിൽ കിടന്ന് വാമിക വിറച്ചു. വാമി ബെഡിലേക്കിരുന്ന് വൈരിനെ അവൾ വിളിക്കുമ്പോൾ ആവശ്യതയിൽ അവളൊന്ന് മൂളി. എന്താ ഏട്ടാ? വാമി, നീ ഓക്കെ ആണോ? ഇന്നലെ നീ എന്താ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയാഞ്ഞ്? ആൾ മെല്ലെ എഴുന്നേറ്റ് അഡ്രസ്സിൽ ചാരിയിരുന്നു. വാതിൽ വന്നിരുന്നുകൊണ്ട് പല്ലിയടിച്ച് പറയെന്ന ആക്ഷൻ കാട്ടുകയാണ് അഞ്ജലി. ഏട്ടാ, എനിക്ക് തീരെ തീരെ വയ്യ. അതുകൂടി പറഞ്ഞ് വെറുതെ ഏട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഒരുപാട് തിരക്കുള്ള ആളല്ലേ എൻ്റെ വിശ്വേട്ടൻ. പബ്ബും ഡാൻസും പാർട്ടിയൊന്നും ഇഷ്ടമില്ലാത്ത ഏട്ടൻ എൻ്റെ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ അവിടേക്ക് വന്ന പോലും. ആ ഏട്ടനെ ഞാനെന്തിനാ വീണ്ടും ആ പെമ്പിള്ളിയുടെ മുമ്പിൽ ചെറുതാക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഏട്ടനെയും എന്നെയും എന്തിന് നമ്മുടെ കുടുംബക്കാരെ വരെ അവൾ മോശമായി പറഞ്ഞു. എൻ്റെ ഡ്രസ്സ്, എൻ്റെ ഫ്രീഡം എല്ലാം അവൾ മറ്റൊരു രീതിയിലാണ് വളച്ചൊടിച്ച്. നമ്മുടെ വീട്ടുകാർ വളർത്തിയ ദോഷം കൊണ്ട് ഞാൻ പിഴച്ചുപോയി എന്നൊക്കെയാണ് അവൾ വിളിച്ചു പറഞ്ഞ്. സാരമില്ല, അവൾ കരുതി കാണും ഞാൻ അവളെ പോലെ പബ്ബിലേക്ക് ഇറങ്ങിയിരുന്ന റിച്ചായിട്ടുള്ള ആണുങ്ങൾ വശീകരിക്കാൻ നടക്കുന്നവളാണെന്ന്. വിട്ടേ കേട്ടാ, ഞാനെല്ലാം സഹിച്ചോളാം. ജയറാം, 24 മണിക്കൂർ സമയം നിങ്ങൾക്ക് തരും. അവൾ അവന്റെ കൂടെ വന്നവരും പിന്നെ അവൾക്ക് ആ ഓഫീസിൽ പണി കൊടുത്തവൻ ആരാണോ അവനും എന്റെ മുന്നിൽ എത്തിയിരിക്കണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? അവന്റെ മുരൾച്ചയിലും അലർച്ചയിലും ആ ഫ്ലാറ്റ് ഒന്ന് ആ കുലുങ്ങിപ്പോയെന്ന് തോന്നി മൂവർക്കും. അഞ്ജലിയും വാമികയും തങ്ങളുടെ പ്ലാൻ വിജയിച്ചതിൽ പരസ്പരം നോക്കി ചിരിച്ചു. ഒപ്പം ജയറാമും കയ്യിൽ കരുതിയിരുന്ന പഴയ നോട്ട് ബുക്കിന്റെ താളുകൾ പതിയെ മറിച്ചു നോക്കി. 2 ദിവസമായി ഇടയ്ക്കിടയ്ക്ക് ഈ നോട്ട് ബുക്ക് തന്റെ കയ്യിൽ തന്നെയാണെന്ന് അവൾ ഓർത്തു. ഓരോ താളും തുറക്കുമ്പോൾ മുന്നിലേക്ക് വന്ന അവന്റെ ബാല്യത്തിലെ വലിയ ലോകമായിരുന്നു. വരകളും കുറിപ്പുകളും ചിത്രങ്ങളും നിറഞ്ഞ ആ പേജുകളിൽ ജീവിച്ചിരുന്ന് ഒരാൾ മാത്രം, അവൻ മാസ്റ്റർ വിഷ്ണു. തന്റെ കുട്ടിക്കാലം മുതൽ മാസികകളിൽ നിന്നും സിനിമാ പോസ്റ്ററുകളിൽ നിന്നും താൻ വെട്ടി സൂക്ഷിച്ച മാസ്റ്റർ വിഷ്ണുവിന്റെ പല ഫോട്ടോകൾ അടങ്ങിയ പഴയൊരു നോട്ട് ബുക്ക് അതാണ് തന്റെ കയ്യിൽ. ആ നോട്ട് ബുക്ക് നെഞ്ചിലേക്ക് അമർത്തി കണ്ണുകൾ മുറുക്കി അടച്ച് ബെഡിലേക്ക് ചാരിയിരുന്നു മാസ്റ്റർ വിഷ്ണു. ആളുടെ മനസ്സിൽ തന്റെ കുട്ടിക്കാല ഓർമ്മകൾ അതിവേഗം എന്ന പോലെ കടന്നുപോയി. 10 വയസ്സുവരെ അമ്മത്താളിൽ ജീവിച്ചവളാണ് താൻ. അമ്മ, അച്ഛൻ, കുഞ്ഞേക, ചെറിയൊരു 4 തറവാട്, അതായിരുന്നു തങ്ങളുടെ ലോകം. അച്ഛൻ വിശ്വനാഥൻ, അമ്മ രാജലക്ഷ്മി. അച്ഛൻ ടൈലറായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഇല്ലായ്മകളും വല്ലായ്മകളും തങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങിയ കുഞ്ഞു കുടുംബം. അമ്മയോളം സുന്ദരി അന്നാട്ടിൽ വേറെ ഇല്ലായിരുന്നു എന്ന് നാട്ടിലുള്ളവർ ഇപ്പോഴും പറയാറുണ്ട്. പ്രണയയുവാമായിരുന്നുകൊണ്ട് അച്ഛൻ അമ്മയും അമ്മയ്ക്ക് അച്ഛനും ഇരുവർക്കും താനും മാത്രമാണ് തുണ. അമ്മയെ അച്ഛൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ അച്ഛമ്മ തറവാട്ടിലുണ്ടായിരുന്നു. താൻ ജനിച്ച് കുറച്ചു വർഷം കഴിഞ്ഞപ്പോൾ അച്ഛമ്മ മരിച്ചു. ആ ഓർമ്മകൾ തന്റെ മനസ്സിലില്ല. അങ്ങനെ ഇരിക്കെയാണ് തന്റെ തറവാടിന്റെ അടുത്തുള്ള സർപ്പക്കാവിൽ ഒരു സിനിമാ ഷൂട്ടിംഗ് നടക്കുന്ന വിവരം കാട്ടുതീ പോലെ പടർന്നു. തനിക്കന്ന് 4 വയസ്സ് പ്രായം. അമ്മയുടെ കൈയും പിടിച്ച് താനും പോവാറുണ്ട് എല്ലാ ദിവസവും കാവിൽ. അന്നും പോയി തൊഴാനും ഷൂട്ടിംഗ് കാണാനും ഒക്കെ. സിനിമാ നടി ഉർവശിയെയും ജയറാമിനെയും കാണാനാണ് അമ്മയും അച്ഛനും പോയത്. പക്ഷെ താനും അറിയില്ല, കുഞ്ഞല്ലേ, ചുമ്മാ കൂടെ പോയി. ആൾക്കൂട്ടത്തിന്റെ തിക്കിലും തിരക്കിലും എന്നും കണ്ടിരുന്ന കാവ് പെട്ടെന്ന് അന്യമായ പോലെ തോന്നിയ നിമിഷം ഒരപ്പൂപ്പൻ താടി തന്റെ മേത്തേക്ക് പറന്നു വന്നിരുന്നു. പെട്ടെന്ന് വീശിയ ചെറുകാറ്റിൽ അത് പറന്നുയർന്ന നിമിഷം തന്നെ അമ്മയുടെ കൈവിട്ട് അതിന്റെ പുറകെ ഓടിതാൻ. മരച്ചില്ലമേൽ തട്ടിയും തലോടിയും പറന്നു പോകുന്ന അപ്പൂപ്പൻ താടിയുടെ കൂടെ കുടുകുടെ ചിരിച്ചുകൊണ്ട് താനും ഓടി. അവസാനം ചെന്നിന്ന് കാവിന് പുറകിലെ മഞ്ചാടി മരച്ചോട്ടിലുള്ള വലിയ ആമ്പൽക്കുളത്തിനടുത്തു. കാറ്റ് വീശിയതും ചെപ്പ് തുറന്ന പോലെ മഞ്ചാടി മണികൾ പൊട്ടി തന്റെ മുഖത്തേക്ക് വീണു. അപ്പൂപ്പൻ താടിയെ താൻ മനഃപൂർവ്വം അങ്ങ് മറന്നു. പിന്നീട് മഞ്ചാടി മണികൾ പെറുക്കാനായിരുന്നു തന്റെ പുറപ്പാട്. കുഞ്ഞിക്കൈ നിറയെ ചുമന്ന മഞ്ചാടി നിറഞ്ഞ സന്തോഷത്തിൽ അവയൊന്ന് എണ്ണി നോക്കി. 1, 2, 3, 5, 3 കഴിഞ്ഞാൽ 4. തന്റെ എണ്ണ നെറ്റിച്ച ആ ശബ്ദത്തിനുടമേ കുഞ്ഞേക മുഖം കൂർപ്പിച്ച് നോക്കി. അപ്പോഴും മുന്നിൽ നിൽക്കുന്ന 10 വയസ്സുകാരൻ കുടുകുടെ ചിരിയാണ്. കുഞ്ഞിപ്പെണ്ണെ, എനിക്കും തരൂ മഞ്ചാടി. എന്നാലേ ഞാനൊരു സൂത്രം തരാം. എന്റെ സൂത്രം? അവന്റെ കുഞ്ഞിപ്പെണ്ണ് അവന് നോയി ചോദിച്ചു. ഷർട്ടിന്റെ പോക്കറ്റിൽ കരുതിയ വലിയൊരു പാക്കറ്റ് മിൽക്കി ബാർ മിഠായി അവൻ അവൾക്ക് നേരെ നീട്ടി. ആ മാത്രയിൽ തന്നെ കുഞ്ഞിപ്പെണ്ണ് മഞ്ചാടിയും മറന്നു. മധുരം നുണയുന്ന ഏകയുടെ തോളുരുമി മഞ്ചാടി മണികൾ എണ്ണിപ്പറിക്കാൻ മുന്നോട്ട് നടന്നു. ചേട്ടന്റെ പേരെന്താ? കൊഞ്ചിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ചോദിച്ചു. എന്നെ അറിയില്ലേ, ഞാൻ വലിയ സിനിമാ നടനാ. കാവിൽ കുറെ ആൾക്കാർ കൂടിക്കുന്ന കണ്ടോ കുഞ്ഞൻ?
അവരെല്ലാരും എന്നെ കാണാൻ വന്നാ. അമ്മ പറഞ്ഞല്ലോ ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ആവുമെന്ന്, രജനീകാന്തിനെ പോലെ. സൂപ്പർ സ്റ്റാർ ചേച്ചനി? ആരാത്? ചേച്ചന്റെ അച്ഛനാ? രജനീകാന്ത് അച്ഛനാണോ എന്ന ഏകക്കുട്ടിയുടെ ചോദ്യം ചെക്കനത്ര പിടിച്ചില്ല. അവനോട് കയ്യിൽ നിന്ന പാതിയായ മിൽക്കി ബാർ തട്ടിപ്പറിച്ചു. ഏക കണ്ണു നിറച്ച് വീതമ്പി അവന് നേരെ വലതു കൈ നീട്ടി. വേനം മോൾക്കതി വേനം, താ സൂപ്പർ സ്റ്റാറേ. അവളുടെ കരച്ചിൽ ആരംഭിച്ചവൻ ആ ചോക്ലേറ്റ് മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങി. എന്നിട്ട് ഉറക്കെ ചിരിച്ചു. അയ്യേ പറ്റിച്ചേ. ആ 10 വയസ്സുകാരന്റെ ചിരിക്കിടയിൽ അവന്റെ ചിരിയെ തോൽപ്പിച്ചുകൊണ്ട് ഏകയുടെ കരച്ചിൽ ചീളുകൾ ഉയർന്നു. ഏങ്ങി ഏങ്ങി തലവെട്ടിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് കരഞ്ഞു. അയ്യോ കരയില്ലേ? എന്റെ വേറെ ചോക്ലേറ്റ് കുഞ്ഞ, സോറി കുഞ്ഞ. അവൾ വാവിട്ട് കരഞ്ഞു. അവന്റെ കുഞ്ഞു ഹൃദയത്തിന് ഭാരമേറി. ഏങ്ങി ഏങ്ങി കരഞ്ഞ ഏകയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണീർ തുടച്ച ശേഷം അവളെ വാരിയെടുത്ത് കവിളിൽ അമർത്തിമുത്തിയ നിമിഷം മഞ്ചാടി മരത്തിൽ കൂടുകൂട്ടിയ കാക്കകൾ ഒച്ചയുണ്ടാക്കി ഒരുമിച്ചു പറന്നു. ഒന്ന് ഭയന്ന അവന്റെ കാലുകൾ മരത്തിന്റെ വേരിൽ തട്ടി ഇരുവരും കുളത്തിലേക്ക് വീണു. നിലയില്ലാതെ മുങ്ങുമ്പോഴും അവൻ ഏകയെ വല്ലവിധനെ കരയിലേക്ക് തള്ളിക്കയറ്റി. തന്നെ രക്ഷിച്ച ശേഷം മുങ്ങിത്താഴുന്ന ഇരുകൈകൾ നോക്കി അലമുറയിട്ട് കരഞ്ഞു കുഞ്ഞേക. അയ്യോ ചൂപ്പിരിച്ചാരേ, കേരിമാ ചൂപ്പിരിച്ചാരേ. ആളും പേരും ബഹളവുമായി. സിനിമയിൽ അഭിനയിക്കാൻ വന്ന മാസ്റ്റർ വിഷ്ണു കുളത്തിൽ വീണു. ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ആകെ നനഞ്ഞിൽക്കുന്ന ഏകയെ എല്ലാവരും തുറച്ചു നോക്കി. ഓ, ഈ കൊച്ചിനെ രക്ഷിക്കാൻ നോക്കിയതാവും, അങ്ങനെയാവും ഈ മോ വെള്ളത്തിൽ വീണ്. കൂടിയുന്നവർ ആരൊക്കെയോ പറയുന്നുണ്ട്. തങ്ങളുടെ മകളെ കാണാൻ അന്വേഷിച്ച് ചുറ്റിത്തിരിഞ്ഞ് കരഞ്ഞുകൊണ്ടുവന്ന വിശ്വനാഥനും രാജ്യലക്ഷ്മിയും ആൾക്കൂട്ടത്തിനിടയിലേയും കരഞ്ഞുകൊണ്ടെന്ന ഏകയെ കാണി ഓടിപ്പിടഞ്ഞു വന്ന് വാരിയെടുത്തു. ആരൊക്കെയോ ചേർന്ന് തനിക്ക് ചോക്ലേറ്റ് എന്ന ചേട്ടനെ കുളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഓടുന്നു അവൾ കണ്ണു നിറച്ച് അച്ഛന്റെ തോളിൽ ചായഞ്ഞുകൊണ്ട് നോക്കിക്കിടന്നു. ഈ പെങ്കൊച്ച് എന്ത് ചെയ്യാനാ? അത് നോയിക്കൊണ്ട് നിന്നു, അല്ലാതെ അതിനെ കൊണ്ട് രക്ഷിക്കാനൊന്നും പറ്റുമായിരുന്നോ? ആമ്പിള്ളേര് വല്ലതും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒച്ച വെച്ചിട്ട് ആള് കൂട്ടിയനെ. തക്ക സമയത്ത് ഞാനിതുവഴി പോയി നന്നായി, ഇല്ല ചെക്കൻ ചത്തേനെ. ഇപ്പൊ തന്നെ രക്ഷപ്പെടുമെന്നുള്ള കാര്യം സംശയ. ആ കുളം നിറച്ച് ചേറും ചെളിയാ, എല്ലാ ഉള്ളിൽ പോയിട്ടുണ്ടാവും. ഒരു തുടിപ്പ് മാത്രമേ ഉള്ളൂ എന്നാ എടുത്തോണ്ട് പോയവര് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആരോ പറഞ്ഞുകൊണ്ട് പോകുന്ന കേട്ട് കുഞ്ഞേകയുടെ ഹൃദയം വല്ലാണ്ട് നേറി. അവനെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോഴും അവന്റെ വീട്ടുകാർ ആരൊക്കെയോ തന്റെ അമ്മയും അച്ഛനെയും തുറിച്ചു നോക്കുന്നത് കുഞ്ഞേക കണ്ടു. അമ്മ ഭയത്തോടെ അച്ഛന്റെ പുറകിൽ ഒളിക്കുന്നു, അച്ഛന്റെ മുഖം താഴ്ത്തി നിൽക്കുന്നൊക്കെ അവൾ വല്ലാതെ ഭീതിപ്പെടുത്തി. അച്ഛനെ അമ്മേനെ പോലീസ് പിടിച്ചോ? കുഞ്ഞു മനസ്സിന്റെ ആവലാതി. ഏയ് ഇല്ല മോളെ, വിശ്വനാഥൻ അവിടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ മോള് പോലീസ് പിടിക്കോ? ഏയ്. അയാൾ അവിടെ മുതുകിൽ പതിയെ തട്ടിക്കൊടുത്തു. ഞാൻ രക്ഷിക്കാൻ നോക്കിയതാ, മോൾക്ക് പറ്റിയില്ല. മോൾക്ക് ശക്തിയില്ലല്ലോ. മോള് ചോറ് കഴിക്കില്ല എന്ന് അമ്മ പറയാറുണ്ടല്ലോ, അതാണ്ടാവുമല്ലേ അച്ഛേ മോൾക്ക് ശക്തി ഇല്ലാത്ത? എന്തോ താൻ പറയുന്ന കേട്ടിട്ടാവാം അമ്മ കരയുകയാണ്. അച്ഛൻ എന്തോ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മേ, ആ സൂപ്പർചാറ് ചത്തുപോയോ? ആ ചോദ്യത്തിന് വിശ്വനാഥനും രാജ്യലക്ഷ്മിയും പിന്നെയൊന്നും മിണ്ടിയില്ല. മഞ്ചാടി മരത്തിൽ പടർന്നു കിടന്ന കാട്ടുവള്ളിയുടെ നിലത്ത് തട്ടിക്കിടന്ന അറ്റം വലിച്ച് കുളത്തിലേക്ക് ഇടാൻ താൻ ശ്രമിച്ചതും ആ ശ്രമം വിഫലമായതുമൊക്കെ അവൾക്ക് ഓർമ്മ വന്നു. പക്ഷെ വിളിച്ചുപോയി ആളെ കൂട്ടാൻ ബുദ്ധി പോയില്ല. കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടതും സിനിമാ നടൻ ചെയ്യേണ്ട വിവരങ്ങൾ ടിവിയിൽ കാണിക്കുന്ന കാര്യം ആരൊക്കെയോ പറയുന്ന കേട്ട നിമിഷം അവൾ അയൽപ്പക്കത്തെ വനജേച്ചിയുടെ വീട്ടിൽ TV കാണാൻ ഓടി. ഏകമോളെ, നീയാണോ ചെക്കനെ കുളത്തിൽ തള്ളിയിട്ട്? അല്ല മോളല്ല, മോള് വീണല്ലോ വെള്ളത്തില്. അന്നാണ് അറിയാൻ കഴിഞ്ഞത് സിനിമാ നടൻ ചേട്ടന്റെ പേര് വിഷ്ണു എന്നാണെന്ന്. ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ ഹോസ്പിറ്റലിൽ വിട്ടിറങ്ങുന്ന മാസ്റ്റർ വിഷ്ണുവിന്റെ വീഡിയോ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. പിന്നീട് ഒരു ദിവസം മാസ്റ്റർ വിഷ്ണുവിന്റെ ഇന്റർവ്യൂ കാണാനിടയായി. കുളത്തിൽ വീണ കൊച്ചുകുട്ടിയെ രക്ഷിക്കാൻ ചാടിയ മാസ്റ്റർ വിഷ്ണുവിനെ പ്രശംസിക്കുന്ന ആങ്കർ. പച്ചക്കള്ളമാണ് അവൻ പറയുന്നെങ്കിലും അവൻ പറയുന്ന ആ കൊച്ചുകുട്ടി താനാണെന്നോർക്കെ കുഞ്ഞേകയുടെ മുഖത്ത് പുഞ്ചിരി മുട്ടിട്ട് തുടങ്ങി. പിന്നീട് അങ്ങോട്ട് അവന്റെ ആ മുഖയുടെ മനസ്സിലങ്ങ് പതിഞ്ഞു. വർഷങ്ങൾ പിന്നിടുമ്പോഴും മനസ്സിൽ പതിഞ്ഞ മാസ്റ്റർ വിഷ്ണുവിന്റെ രൂപം കൂടി സൂക്ഷിച്ചു വെക്കാൻ തോന്നി തുടങ്ങി അവൾക്ക്. സ്കൂളിൽ പോകുമ്പോൾ കയ്യിൽ കിട്ടുന്ന അവന്റെ പടങ്ങളുള്ള പത്രക്കടലാസുകൾ, മാസികകൾ, സിനിമാ പോസ്റ്ററുകൾ എല്ലാം വെട്ടിക്കൂട്ടി അച്ഛൻ വാങ്ങിക്കൊടുത്തൊരു നോട്ട്ബുക്കിൽ വെള്ളച്ചോറ് തേച്ച് ഒട്ടിച്ചു വെച്ചു ഏക. ബലമുണ്ടെങ്കിൽ അപകടത്തിൽപ്പെടുന്നവർ രക്ഷിക്കാൻ കഴിയുമെന്ന് സ്വയം തത്തം പറഞ്ഞ് നടന്നപ്പോൾ അച്ഛൻ വിശ്വനാഥൻ ഏകയെ പിടിച്ച് കളരി പിടിക്കാൻ ചേർത്തു. അങ്ങനെയും ആ തിരുവാവ് നടയട്ടെ എന്ന് കരുതി കാണും അയാൾ. മെച്ചപ്പെട്ട ജീവിത സ്വപ്നം കണ്ട് ഏകയുടെ അച്ഛൻ വിശ്വനാഥൻ ഗൾഫിലേക്ക് പറന്നു. അമ്മയും ഏകയും അവരുടെ സ്വപ്നലോകത്തെ സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെയിരിക്കെ ഏകയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ പെട്ടെന്നൊരു ദിവസം അമ്മ രാജലക്ഷ്മി മരണപ്പെട്ടു. നാട്ടുകാർ ഒന്നടങ്കം അതിശയിച്ചു പോയൊരു ആത്മഹത്യയായിരുന്നു അത്. സന്തോഷത്തോടെ ജീവിച്ചു വന്ന കുടുംബത്തിൽ ഒരു തരത്തിലുള്ള വിള്ളലുകളും ചൂണ്ടിക്കാട്ടാൻ ആർക്കും കഴിയുമായിരുന്നില്ല. പക്ഷെ മരണപ്പെടുമ്പോൾ അവർ 3 മാസം ഗർഭിണിയായിരുന്നു. വിവരമറിഞ്ഞ നാട്ടിലെത്തിയ വിശ്വനാഥൻ ആകെ തകർന്നുപോയി. പിന്നീട് വിശ്വനാഥൻ തിരികെ പോയില്ല. ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ അപമാനഭാരവും പേറി മുഴുക്കുടിയനായ അയാൾ തറവാട്ടിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ
ബന്ധുക്കളിൽ ചിലരിടപെട്ട് അദ്ദേഹത്തെ മറ്റൊരു വിവാഹം കഴിക്കണം നിർബന്ധിക്കാൻ ഏകയോട് തന്നെ ആവശ്യപ്പെട്ടു. അങ്ങനെ സ്വന്തം മകളുടെ തന്നെ നിർബന്ധത്തിന് വഴങ്ങി ഏകയുടെ അച്ഛൻ വിശ്വനാഥൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. രാധാമണി എന്നവർക്ക് അവരുടെ ആദ്യ ബന്ധത്തിലൊരു മകൾ കൂടി ഉണ്ടായിരുന്നു. ഐശ്വര്യ എന്ന 5 വയസ്സുകാരിയെ ഏക തന്നെ സ്വന്തം അനുജത്തിയെ പോലെ സ്നേഹിച്ചു. ആദ്യമൊക്കെ രണ്ടാനമ്മയായ രാധാമണി ഏകയെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ചു. പോകെ പോകെ രണ്ടാനമ്മ സ്ഥിരം കഥകളിൽ രണ്ടാനമ്മയായി മാറുമ്പോൾ ഏക എന്ന നിഷ്കളങ്കയായ പെൺകുട്ടിക്ക് തറവാട്ടിൽ കഷ്ടതകൾ ഏറി വന്നു. രാധാമണി വിശ്വനാഥിൽ ഒരു മകൻ കൂടി പിറന്നു. ആ സ്നേഹം തീരെ ഇല്ലാതെയുമായി. പെട്ടെന്നൊരു ദിവസം തന്റെ സഹോദരന്റെ മകൾ എന്ന പേരിൽ വിദ്യ എന്നൊരു പെൺകുട്ടിയെ രാധാമണി ചെറിയമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്ന മുതൽ വിശ്വനാഥിനും രാധാമണിക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. ആദ്യ ബന്ധത്തിൽ രാധാമണിക്ക് മറ്റൊരു മകൾ കൂടിയുണ്ടെന്നുള്ള നഗ്നസത്യം അവർ മറച്ചുവെച്ച് പകൽ പോലെ വെളിവായി. വിദ്യക്കും ഏകക്കും ഒരേ പ്രായമാണ്. രണ്ടാൾക്ക് 23 വയസ്സ് കഴിഞ്ഞു. ഐശ്വര്യ എന്ന ഐശ്വര്യന് 18 കഴിഞ്ഞു. അവസാനം പിറന്ന മകനിപ്പോ 13. കുട്ടിക്കാലത്ത് വർഷത്തിലൊരു സിനിമയോ മറ്റോ ചെയ്തുകൊണ്ടിരുന്ന മാസ്റ്റർ വിഷ്ണു പിന്നീട് സിനിമയിൽ നിന്നും മാറി നിന്നു. ആളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതെയായി. പുതിയ നടന്മാരും നടിമാരൊക്കെ മലയാള സിനിമയിൽ വന്നുപോയി. എന്നാൽ അവൻ മാത്രം തിരികെ വന്നില്ല. പക്ഷേ ഏകയുടെ മനസ്സിൽ അപ്പോഴും അവന്റെ ആ കുഞ്ഞുമുഖം മാറിയിരുന്നില്ല. ഡി പെട്ടെന്നൊരു അലർച്ചയായിട്ടാണ് സ്വപ്നലോകത്തുനിന്ന് ഏകം ഞെട്ടിയുണെന്ന് നോക്കുമ്പോൾ കണ്ടു. ഋതുവാണ്. നീ എന്താണ് ദിവാസ്വപ്നം കാണുകയാണോ? നീ ഫോൺ എവിടെ? ആ മാനേജർ മുകേഷ് സാർ കുറെ നേരം കിടന്ന് വിളിക്കുക. MD ദേവസാറിന് നമ്മളെ 3 പേരെ നേരിട്ട് കാണണം പോലും. എനിക്കാണെങ്കിൽ കയ്യങ്ങാനും പറിച്ചിട്ട് പാടില്ല. നിന്റെ ആ പുന്നാര പെങ്ങള് കാരണം ഈ ജോലിങ്ങാനും പോയ തെണ്ടി തിന്ന് ജീവിക്കാൻ എല്ലാവർക്കും കൂടി. MD വിളിപ്പിക്കുന്ന എന്തിനാണെന്ന് ഋതുവിന് അറിയില്ല. കഴിഞ്ഞ ദിവസം പബ്ബിൽ നടന്നതിന്റെ ബാക്കിയെങ്ങാനാവുമെന്ന് വെറുതെ ഒന്ന് സംശയിച്ചു എന്നേ ഉള്ളൂ. ഗേൾസ്, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. ഋതുവിന്റെ ബോയ് ഫ്രണ്ട് വരുണാണ്. ആ അകത്തേക്ക് വരും. ഋതു പറഞ്ഞു. വരുൺ അകത്തേക്ക് വന്ന് അവിടെയുള്ള ഒരു ടേബിളായി ചാരിന്ന് ഏകയെന്ന് നോക്കി. എവിടെ ഐഷയുടെ? കണ്ടില്ലല്ലോ. അവൾ ആതിരയുടെ മുറിയിലുണ്ട്, ഉറക്കുക. വരുൺ ചോദിച്ചുള്ള മറുപടി അവന്റെ മുഖത്ത് നോക്കാൻ തന്നെ ഏക പറഞ്ഞു. എനിക്കതൊന്നുമല്ല. ആ പബ്ബിൽ കിടന്ന് പ്രസംഗിച്ച അയാളുണ്ടല്ലോ, എന്താ അയാളുടെ പേര്? ആ ജയറാം. ആ ക്ലാപ്പം പറയുന്നുണ്ടായിരുന്നല്ലോ അവന്റെ സാറ് നമ്മളെ കൊല്ലുന്നോ തിന്നുന്നോ മറ്റോ. ഏതാണ്ട് ആ മീനിങ്ങുള്ള ടോക്കായിരുന്നു അയാളിൽ നിന്ന് വീണത്. ഇനി നമ്മളെ തട്ടാൻ അയാളുടെ ആ സാറ് ആളെ വീട് മറ്റോ ചെയ്യോ? ഋതു പറയുമ്പോൾ തന്നെ അവളുടെ ഉള്ളിലെ ഭയവും ആകുലതയും വാക്കുകളിലൂടെ പുറത്തേക്ക് ഒഴുകിയിരുന്നു. അത് കേട്ട് വരുണെന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഏയ് എന്റെ പെണ്ണെ, താനിങ്ങനെ പേടിച്ചാലോ? ആ ജയറാമാരാന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി ഒരു അന്വേഷണം നടത്തി. അയാൾ ആ ആക്ടർ വൈരിന്റെ മാനേജറാ. കൊല്ലുന്നെന്നൊക്കെ പറഞ്ഞ സാർ എന്തായാലും വൈരിനല്ല. അത് ചുമ്മാ നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞാവും. അയാൾ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ. അയാളുടെ ഒരു മൂവി റിലീസാകുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ പോലും ഫസ്റ്റ് ഡേ തന്നെ ഒന്നും തള്ളും വകവെക്കാ തിയേറ്ററിൽ പോയി കാണാറില്ലേ. പക്ഷെ അവന്റെ ഫാമിലി കുറച്ച് സീനാണ്. RV ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ തലപ്പത്തിരിക്കുന്ന വൈരിന്റെ അച്ഛൻ രുദ്രദേവർമ്മയാ. പിന്നെ ബന്ധുക്കളുണ്ട് കുറെ RV ഗ്രൂപ്പില്. രുദ്രദേവർമ്മയുടെ 3 സഹോദരിമാരുടെ ഭർത്താക്കന്മാരും പിന്നെ രുദ്രദേവർമ്മയുടെ വൈഫിന്റെ, അതായത് വൈരിന്റെ അമ്മയുടെ സഹോദരൻ ദേവസാറൊക്കെയാ. ടീസ്റ്റ് അതൊന്നല്ല. ഈ ദേവസാറെന്ന് ഞാൻ പറഞ്ഞ ആരെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? നമ്മുടെ വാരിയർ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ MD, അതായത് നിങ്ങളുടെ ബോസ് ദേവൻ സാർ. പുള്ളിയുടെ മകളെയാ നിങ്ങൾ അടിച്ച്. ഇരുട്ടത്ത് ആ കോലത്തിൽ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ? പുതുമുഖ നടി അഞ്ജലി ദേവൻ. സിനിമ റിലീസായിട്ടില്ല, ഇപ്പോഴും ഷൂട്ടിംഗ് നടക്കുക. ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ബാംഗ്ലൂർ വന്ന, നാട്ടിൽ കൊച്ചിയില്ല. അവള് വൈരിന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് റൂമറൊക്കെ ഉണ്ട്. കസിൻ കൂടിയാണല്ലോ. ഇൻഡസ്ട്രിയിലും പബ്ലിക്കിന്റെ ഇടയിലൊക്കെ അങ്ങനെ ടോക്ക് ഉണ്ട്. പിന്നെ മറ്റേ പെൺകുട്ടി പേര് വാമിക രുദ്രദേവ് വർമ്മ, വൈരിന്റെ സിസ്റ്റർ. വരുൺ പറഞ്ഞേർന്നും ഏക തലയെന്ന് കുടഞ്ഞു. ഋതുവാകെ കണ്ണും തള്ളി അവനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഇതൊക്കെ കേട്ട് മുറിക്ക് പുറത്തുനിന്ന് ആതിരയൊന്ന് ഞെട്ടിയിരുന്നു. എന്നാൽ ആതിരയുടെ കൂടെ വന്ന ഐഷുവിന് വലിയ മൈൻഡൊന്നുമില്ലായിരുന്നു. കാരണം പബ്ബിൽ നടന്ന അടിയൊന്നും കൊച്ചി കണ്ടിട്ടില്ല. എപ്പോഴോ ബോധം പോയ അവളെ വരുൺ തൂക്കിയെടുത്ത് കാറിൽ കൊണ്ടിട്ടിരുന്നല്ലോ. ഗൗണും വലിച്ചേറ്റി ഫ്രണ്ട്സിന്റെ ഒപ്പം പബ്ബിൽ നിന്ന് ഐഷുവിനെ ബിയർ കൊടുത്ത് കുടിപ്പിച്ച് കിടത്തിയവർ അടി കണ്ടതും മുങ്ങിക്കളഞ്ഞിരുന്നു. വരുൺ, എനിക്ക് തല ഇറങ്ങുന്നടാ. അപ്പൊ ജോലി പോയിന്ന് ഉറപ്പായി. MD ദേവൻ സാറ് നമ്മളെ കാണുന്നെന്ന് മാനേജർ മുകേഷ് സാർ ഇപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഋതു തലയിൽ കൈവച്ച് കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് പറയുമ്പോൾ ഏക കട്ടിൽ നിന്നും ചാടി എണീറ്റു. നിങ്ങളാരും പേടിക്കണ്ട, ചോദിക്കുന്നവരോട് മറുപടി ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ആരും ഈ കാര്യം ബാധിക്കില്ല, അതെന്റെ ഉറപ്പാ. ഋതു, നീ ആദ്യം എന്നെ ഹെൽപ്പ് ചെയ്യാൻ അന്നവിടെ വന്ന്. ഒരു കാരണമില്ലാതെ നമ്മൾ ഉപദ്രവിക്കാൻ വന്നപ്പോൾ നമ്മൾ പ്രതിരോധിച്ചു, അത്ര തന്നെ. അഞ്ജലി എന്ന ആ പെണ്ണ് ചെയ്ത എന്താ? ഐഷുവിന്റെ വായിൽ ബലമായിട്ട് സിഗരറ്റ് കുത്തിക്കയറ്റി. അതിന് അവൾക്കിട്ട് ഒരെണ്ണം പൊട്ടിക്കേണ്ട അത്യാവശ്യമായിരുന്നു. പിന്നെ ആ പെൺപിള്ളേരെ അടിച്ചത് ഞാനാ, അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. വാശിയോടെ ഏക പറയുമ്പോൾ ആതിരയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഏകയുടെ അനുജത്തിക്ക് വേണ്ടിയാണ് അടിയുണ്ടാക്കിയതെങ്കിൽ പോലും 3 പേര് ഇൻവോൾവ് ആയ ഒരു പ്രശ്നത്തിൽ നിന്നും തങ്ങളെ ഒഴിവാക്കി സ്വയമെല്ലാം തലയിലേൽക്കാൻ നിൽക്കുന്ന ഏകയെ ആതിര പരിസരമെന്ന് ശാസിച്ചു. ഓ, നീ എങ്ങനെ കൊടുക്കും മറുപടി? നിന്റെ കുട്ടിക്കാലം മുതലുള്ള ക്രഷിന്റെ പെങ്ങളെയും കാമുകയും അറിയാതെ തല്ലിപ്പോയി. അതുകൊണ്ട് മാപ്പിരനെന്ന് പറയൂ നീ? പറയടി. റൂമിലേക്ക് കയറി വന്ന് ആതിര ഏകയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ വരുൺ അതിശയഭാവത്തിൽ മൂവരെയും മാറി മാറി നോക്കി. ക്രഷോ? ആരുടെ? വരുണിന് അതൊരു പുതിയ അറിവാണ്. ഏകയുടെ, അല്ലാതെ ആരുടെ?
ഋതു ചിരിയോടെ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.